സാമ്പാറാണോ? ഭാരതത്തിൻ്റെ യഥാർത്ഥ കൃഷ്ണഭക്തിയും പിന്നെ യു പിയിലോടുന്ന ഇലക്ട്രിക് വണ്ടികളുടെ സീക്രട്ടും പിന്നെ യു പിയുടെ മാത്രം റൊട്ടിയും കറിയും അതിൻ്റെയൊക്കെ ഒരു രുചിയറിഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനങ്ങനെ ഇസ്കോൺ മന്ദിറിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പതിയെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് മാർബിളിൽ തീർത്ത ക്ഷേത്രമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇസ്കോൺ ടെമ്പിളിൽ പോകുന്നത്. അറിയത്തില്ല ഇവിടുത്തെ ആചാരങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. ഒരുപാട് കൃഷ്ണ ഡിവോട്ടീസ്, അതായത് ഇസ്കോണിൻ്റെ വോളണ്ടിയേഴ്സ് വെളിയിൽ നിന്ന് നമുക്ക് പുസ്തകങ്ങൾക്ക് വിൽക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ ശ്രീ കൃഷ്ണ ബൽറാം മന്ദിർ, അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഇസ്കോൺ അഥവാ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് 1966 ന്യൂയോർക്കിൽ ഭക്തിവേദാന്ത സ്വാമി പ്രഭു പീഠ എന്ന് പറയുന്ന ഒരു സ്വാമിയാണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ കൃഷ്ണഭക്തി വളർത്തുന്നതിൽ ഇസ്കോണിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇന്ത്യയിലും ഒരുപാട് ഹരേ കൃഷ്ണ മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഒരു മെയിൻ ആളെന്ന് പറയുന്നത് ഇസ്കോൺ തന്നെയാണ്. ഞാനങ്ങനെ ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ ഫുള്ള് പ്രാർത്ഥനാമയമാണ്. അതാണ് ക്ഷേത്രം. നേരെ കാണുന്നതാണ് വിഗ്രഹമിരിക്കുന്ന ആലയം. വല്ലാത്ത അനുഭവം കേട്ടോ. അവരുടെ ആ ഒരു ആഘോഷങ്ങളും, നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിലൊക്കെ ഇങ്ങനെ ഉള്ള ഒരു പരിപാടി പെന്തിക്കോസ്ത് ആ ഒരു ഭാഗത്തിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ കൃഷ്ണ ഭക്തിയിൽ മതിമറക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ ചൊല്ലിക്കൊണ്ട് ആടിപ്പാടി എല്ലാവരും ഹാപ്പിയാണ്. വൃന്ദാവനയെ ഫുൾ ഹാപ്പിയാണ്. വീണ്ടും വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞാൻ തൊഴുവാനായി നടന്നു. ഭയങ്കര തിരക്കാണ്, എന്നാലും തൊഴുതു. ഇതാണ് അവിടുത്തെ ആ ഒരു ഇവരുടെ ഭജന. അത് കേട്ട് കുറേ നേരം നിന്നു കേട്ടോ. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, അടിപൊളിയെ.
ഇതിലും വലുതായിട്ട് കൃഷ്ണഭക്തിയിൽ മുഴുകാൻ പറ്റുമെന്നറിയത്തില്ല കേട്ടോ. ഈ ഭജനയ്ക്ക് ഒരുപാട് പങ്കുണ്ട് ഇസ്കോണിലേക്ക് പുതിയ ആൾക്കാരെ ചേർക്കുന്നതിലൊക്കെ. ഈ ഭജനയിൽ മുഴുകി ശ്രീകൃഷ്ണനെ വിളിക്കുന്നതിലൊരു കിക്കുണ്ട്, അതെല്ലാവർക്കും കിട്ടുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഞാനും അറിയാതെ ആ ഒരു പാട്ടിൽ മുഴുകി ഞാനും ഹരേ കൃഷ്ണ അവരുടെ കൂടെ തന്നെ ഞാനും പാടി നിന്നുപോയി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി എനിക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. ഹരേ കൃഷ്ണ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ കൊണ്ടുവന്നത് ഈ ഇസ്കോൺകാരാണ്. 1966 ഇത് സ്ഥാപിതമായെങ്കിലും ഇതിൻ്റെ വേരുകൾ, അതായത് റൂട്ട് വന്നിരിക്കുന്നത് 16-ാം നൂറ്റാണ്ട് മുതലാണെന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കിയുള്ളൊരു കൃഷ്ണഭക്തി മാർഗമാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. ആരായാലും അവിടെ ആ ഭജന കേട്ടുകൊണ്ടിരുന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി കുറേ നേരത്തേക്ക് നമ്മുടെ മൈൻഡിൽ ആ പാട്ട് തന്നെയായിരിക്കും. ഹരേ രാമ ഹരേ കൃഷ്ണ. വല്ലാത്ത ഒരു ഫീൽ കേട്ടോ. ഇവരെല്ലാവരും ഈ കൃഷ്ണഭക്തിയിലോട്ട് ആകർഷിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അത്രമാത്രം നമ്മുടെ ആ പാട്ടും ആ ഒരു അവരുടെ ഒരു വൈബും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിൻ്റെ മുകളിൽ ഒരുപാട് നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ മെയിനായിട്ട് ഗുരുവിൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും. അത് ഇതാണ്. അങ്ങനെ ഞാൻ താഴേക്കിറങ്ങി. ഏകദേശം 8:15 ഇസ്കോൺ മന്ദിരം അടയ്ക്കും. അതിൻ്റെ ലാസ്റ്റ് ആരതി എനിക്ക് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അവർ ഏകദേശം ഡോറുകളെല്ലാം പൂട്ടി തുടങ്ങി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു ക്യൂ. എന്താണ് ക്യൂ എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ആ ക്യൂവിൻ്റെ ബാക്കിൽ തന്നെ കയറിയിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ കയറിയിരുന്നപ്പോൾ ഒരു പിടുത്തമില്ല എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ ഞാൻ എത്തി വലിഞ്ഞൊക്കെ നോക്കി, ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കി. കിച്ചടി പ്രസാദം ലൈൻ. അപ്പോഴാണ് ഒരു ആശ്വാസം വീഴുന്നത്, എന്തോ കഴിക്കാനുള്ളത്. കാരണം ഞാൻ ഇതുവരെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഒരുപാട് പേര് എൻ്റെ പിന്നാലെ ഒരുപാട് പേര് ക്യൂവിൽ നിൽപ്പുണ്ട്. എന്താണ് സംഭവം എന്നറിയണമല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന ഒരു സ്പൂൺ എടുത്തു. ഞാനും ക്യൂവിൽ എന്താണെന്നറിയാതെ അന്തം വിട്ട് ഇങ്ങനെ ബാക്കേ നടപ്പുണ്ട്. അപ്പോൾ എന്തോ നമ്മുടെ ഈ ഇലയിലുള്ള പ്ലേറ്റിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഒരു മഞ്ഞ കലർന്ന റൈസ. അങ്ങനെ ഞാനും വാങ്ങി. അവിടെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം കേട്ടോ. ഈ പ്രസാദമൊക്കെ 5000 പിന്നിൽ കാണാൻ പറ്റും. അതിൻ്റെ പ്രൈസും 1 ഇയറിലത്തേക്കും 1 മാസത്തേക്കൊക്കെ. ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ച പോലെയല്ല, ഒന്നൊന്നര ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 8:30-8:45 ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ ഓട്ടോ പിടിച്ച് അതിൽ കയറി. എങ്ങനെ ഫ്രണ്ടിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. ഈ ഇലക്ട്രിക് വണ്ടിയുടെ ഒരു ഗുഡൻസ് എനിക്കറിയണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വഴിയോരത്ത് ഒത്തിരി പേര് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഒരുപാട് വിദേശികൾ നമ്മുടെ നാടിൻ്റെ ഭാരതത്തിൻ്റെ ഒരു വേഷവിധാനമൊക്കെ അണിഞ്ഞ് ഒരുപാട് പേര് പോകുന്നുണ്ട്. മിക്കവരും വിദേശത്ത് ജോലി ചെയ്തിട്ട് 1 മാസത്തേക്കൊക്കെ വേണ്ടി ഇവിടെ വെക്കേഷൻ വന്ന് ഇവിടുത്തെ ജീവിത രീതിയിൽ ജീവിച്ച് പോകുന്നവരാണ് മിക്കവരും. പിന്നെ കുറേ പേര് ഇവിടെ താമസിക്കുന്നവരുണ്ട്. മിക്കവരും അവിടെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഹരേ കൃഷ്ണ മൂവ്മെൻ്റൊക്കെ ഇപ്പോൾ ഒരുപാട് വിദേശികൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ ഒരുപാട് അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അതിൻ്റെ ഒരു പ്രതിഫലനം വൃന്ദാവനിൽ തീർച്ചയായും കാണാൻ പറ്റും. ഒരുപാട് വിദേശികൾ നമ്മുടെ വേഷവിധാനമൊക്കെ അണിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെയും കാണാൻ പുതുതായിട്ട് ഓരോ മന്ദിരങ്ങൾ വരുന്നത്. ഓരോ സ്വാമിമാരുടെ കെയർ ഓഫിലുള്ള മന്ദിരങ്ങളാണ് കേട്ടോ.
ഇഷ്ടം പോലെ ഉണ്ട്. അതാ ഈ കാണുന്ന ഒരു സ്വാമിയെ അറിയാമെന്ന് നോക്ക്. ഈ പുള്ളിയുടെ മന്ദിരമാണ് ഇവിടെ വരുന്നത്. ഇത് റീൽസിലൊക്കെ ഒരുപാടുള്ള ഒരു പ്രഭാഷകനാണ്. പേരെനിക്ക് അത്രയ്ക്ക് വലിയ പിടുത്തമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം. അങ്ങനെ ഞാൻ ഈ ഓട്ടോയിലിരുന്ന് അങ്ങനെ പോയി. അപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ക്യൂരിയോസിറ്റി തോന്നി. ഈ ഓട്ടോ എവിടെയാണ് ചാർജ് ചെയ്യുന്നത് ഇവരൊക്കെ? കാരണം ഒരു വീട്ടിലോട്ടും വണ്ടി കയറാനുള്ള വഴിയൊന്നും ഇല്ല. നടന്നു പോകാനുള്ള വഴിയാണ് മിക്കവാറും എല്ലാ വീട്ടിലേക്കും ഉള്ളത്. അപ്പോൾ ഈ ഓട്ടോയുടെ ഞാൻ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഈ ഓട്ടോയുടെ ഒരു എന്താണ് അതിൻ്റെ സീക്രട്ട് ഞാൻ പിന്നീട് പറയുന്നുണ്ടായിരുന്നു. അത് ഇതാണ്. एक चार्ज करके कितना किलोमीटर 50 किलोमीटर 50-60। हाँ हाँ। कहाँ चार्ज करता है? घर में चार्ज करता है। ये लिथियम वाली बैटरी है, ये सूखी बैटरी है, चार्ज नहीं करते घर में। लिथियम वाली है ये सूखी बैटरी। हाँ हाँ हाँ, वो स्वाइपिंग बैटरी। हाँ स्वाइपिंग। पैसा लेकर चेंज कर रहे हैं। ओके ओके। പുള്ളിക്കാരൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ വണ്ടി ഏകദേശം ഒരു 70 കിലോമീറ്ററോളം റേഞ്ച് നൽകുന്നുണ്ട്. പിന്നെ ഇവർ ചാർജിങ് അല്ല, സ്വൈപ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ സ്വൈപ്പിംഗ് സ്റ്റേഷൻസ് UPയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പം ഈ ബാറ്ററി കൊണ്ടുവച്ചിട്ട് പൈസ കൊടുത്തിട്ട് അടുത്ത ബാറ്ററി എടുക്കുന്നു. 150 രൂപയാണ് ഒരു പ്രാവശ്യം സ്വൈപ്പ് ചെയ്യുമ്പോൾ അവർ നൽകേണ്ടി വരുന്ന തുക. ഇവിടെ എല്ലായിടത്തും ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ചാർജ് ചെയ്യുന്ന ഓട്ടോകളും കാണുമായിരിക്കും. അങ്ങനെ ഞാൻ അട്ടയില ചുങ്കിയിലെത്തി. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ഒരു തട്ടുകടയിലാണ്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. रोटी है, रोटी भी है। हाँ रोटी। ഇവിടെ കഴിക്കാനുള്ള റൊട്ടിയാണ്. അതായത് 50 രൂപയാണ് ചാർജ്. 5 റൊട്ടി വരെ വാങ്ങാം. ഇപ്പോൾ നമ്മൾ 3 റൊട്ടി മാത്രം കഴിച്ചുവെങ്കിലും 50 രൂപ കൊടുക്കണം. അല്ല 5 റൊട്ടി കഴിച്ചാൽ 50 രൂപ. കറിയൊക്കെ അൺലിമിറ്റഡ് ആണ്, എത്ര വേണോ തരും. കുറച്ച് പേര് കഴിക്കാനുണ്ട് കേട്ടോ. അവരിങ്ങനെ ചുട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അത് ഇതാണ് സംഭവം. എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഇത് പനീറോ എന്തോ, പനീറല്ല, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ മുമ്പേ കഴിച്ചിട്ടുണ്ട്. എന്തോ ഒരു കായാണ്. ക്യാരറ്റാണ്. ക്യാരറ്റ് ഇവിടെ കിട്ടുന്ന വെള്ള ക്യാരറ്റ് സംഭവം. ഇതൊക്കെ എന്താണ്? ഇത് കോളിഫ്ലവറിൻ്റെ എന്താ പറയുക, അച്ചാറ്, മുളക്. എന്തായാലും കഴിച്ചു നോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഞാനൊരു 4 ചപ്പാത്തി കഴിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് നടന്നു. അപ്പോഴാണ് ഓർത്തത് എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ഏകദേശം തീരാറായി. അങ്ങനെ ഞാൻ ഒരു ATM ലക്ഷ്യമാക്കി നടന്നു. അപ്പം ഏകദേശം എല്ലാ UPയിലെ ATMിലും കാണുന്ന പോലെ എന്തൊക്കെയോ എഴുതി വച്ചേക്കുന്നു. നല്ല സിസ്റ്റം ഈസ് ടെമ്പററി ഔട്ട് ഓഫ് സർവീസ്. ഏകദേശം UPയുടെ അവസ്ഥ ഇതാണ്. അങ്ങനെ ഞാൻ വിഷമത്തോടു കൂടി ഹോട്ടലിലേക്ക് നടന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. പോയി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, ഉറങ്ങിപ്പോയി. പിറ്റേന്ന് ഞാൻ രാവിലെ കഴിച്ചു. ഇത് രാവിലെ 6 മണിയാണ്. എനിക്ക് ഇന്ന് 8:10 ട്രെയിൻ, കേരള എക്സ്പ്രസ്. അപ്പോൾ എനിക്ക് വൃന്ദാവൻ കുറേ കാണാനുണ്ട്, പിന്നെ മധുരയൊക്കെ കുറച്ച് കാണണം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. 6:30 ഇപ്പോൾ സമയം 6:30. ഒരു 5:30 ആയപ്പോൾ എണീറ്റ് വരുമ്പോൾ നല്ല തണുപ്പ്, എക്സ്ട്രീം. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ പൈസ ഇല്ല, പക്ഷേ ഇവിടെ മിക്കതിനും കയ്യിൽ പൈസ കാണാം. ചില കടയിലൊക്കെ UP ഉണ്ട്, പക്ഷേ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നടക്കും. എൻ്റെ കയ്യിൽ കറക്റ്റ് 20 രൂപയുള്ളൂ. അത് വെച്ച് ഒരു ഓട്ടോയിൽ കയറി എത്രയും പെട്ടെന്ന് ഒരു ATM കണ്ടെത്തിയേ പറ്റും. അങ്ങനെ ഞാൻ ഓട്ടോയിൽ കയറി നേരെ ഇസ്കോണൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് യമുന നദിയാണ്. യമുന നദി, പിന്നെ പാഗൽ ബാബ മന്ദിർ, പിന്നെ അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. പിന്നെ എനിക്ക്
ഞാൻ മധുരയിൽ പോകണമെന്ന് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല മൈൻഡിൽ. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോകാനുള്ള ബസ്സോ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. എന്തോ മധുരയിൽ പോകണ്ടെന്നാണ് ഞാൻ ആദ്യമേ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മധുരയിൽ പോകണമെന്നൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ എന്നെ ആരൊക്കെയോ കൊണ്ടുപോകുന്നത് പോലെ തോന്നുന്നു. ചിലപ്പോൾ അതായിരിക്കാം. എന്തായാലും എനിക്ക് 8:30 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 8:30 ട്രെയിന് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ, ഒരുപാട്. ഓക്കെ, ബൈ.